പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ഗൂഗിൾ മീറ്റിൽ അറ്റൻഡൻസ് എടുക്കാം എന്ന വീഡിയോയുമായിട്ടാണ്. കമ്പ്യൂട്ടറിലാണെങ്കിൽ എങ്ങനെ അറ്റൻഡൻസ് എടുക്കാം എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ കൂടുതൽ ആളുകളും ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച ക്ലാസുകൾ നടത്തുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ മീറ്റിൽ അറ്റൻഡൻസ് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഗൂഗിൾ മീറ്റ് കമ്പ്യൂട്ടറിൽ അറ്റൻഡൻസ് എടുക്കാനായിട്ട് ഗൂഗിൾ ക്രോമിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയും നമ്മുടെ മൊബൈൽ ഫോണിലും ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യാം. പക്ഷേ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗൂഗിൾ മീറ്റ് ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പ് ഓപ്പണായി വരും. അത് അവോയ്ഡ് ചെയ്യുന്നതിനായി നമ്മൾ മറ്റൊരു ബ്രൗസർ ഉപയോഗിക്കുന്നു. ഗൂഗിൾ ക്രോം അല്ലാതെ പകരം ഉപയോഗിക്കുന്ന ബ്രൗസറിൻ്റെ പേരാണ് കിവി ബ്രൗസർ. ആ ഒരു ബ്രൗസറിൻ്റെ ലിങ്ക്, അത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് കിവി ബ്രൗസർ. ഒരു കിവിയുടെ സിമ്പിളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ കിവി ബ്രൗസർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സെറ്റിങ്സ് ക്രോമിൻ്റെ പോലെ തന്നെയാണ് സെറ്റിങ്സ് എടുക്കുക. ഏറ്റവും താഴെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് ടൈപ്പ്, നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് നമ്മൾ എനേബിൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ക്രോം വെബ് സ്റ്റോർ എന്ന് സെർച്ച് ചെയ്യുന്നു. ക്രോം വെബ് സ്റ്റോർ, ഗൂഗിൾ ക്രോമിൻ്റെയാണ്. ക്രോം വെബ് സ്റ്റോർ എന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മൊബൈലിൽ എങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രോം വെബ് സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്യുന്നു. ആദ്യം കിവി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സെറ്റിങ്സിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റുന്നു. ദെൻ ക്രോം വെബ് സ്റ്റോർ സെർച്ച് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ക്രോമിൻ്റെ സ്റ്റോർ ഉണ്ട്, അതായത് ക്രോം വെബ് സ്റ്റോർ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ക്രോം വെബ് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ക്രോം വെബ് സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സെർച്ച് ചെയ്യാനുള്ള കോളത്തിൽ ഗൂഗിൾ അറ്റൻഡൻസ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഗൂഗിൾ അറ്റൻഡൻസ് താഴെ നമുക്ക് കിട്ടും. ഗൂഗിൾ അറ്റൻഡൻസ് സെർച്ച് ചെയ്യുന്നു. താഴെ നമുക്ക് എക്സ്റ്റൻഷൻസ് ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുന്നു. എക്സ്റ്റൻഷൻസ് എനേബിൾ ചെയ്യുന്നു. ദെൻ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ട്രാക്കർ എന്നൊരു ഓപ്ഷൻ കാണാം. ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ട്രാക്കർ. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അറ്റൻഡൻസ് ട്രാക്കറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കവിടെ ആഡ് ടു ക്രോം എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് ട്രാക്കർ എടുത്തു കഴിഞ്ഞാൽ ആഡ് ടു ക്രോം എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് നമ്മൾ കൊടുക്കുന്നു. ആഡ് ടു ക്രോം കൊടുക്കുന്നു. ജസ്റ്റ് ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഡൗൺലോഡിംഗ് എന്ന് കാണിക്കും. ദെൻ നമുക്ക് ഇതെന്ത് ചെയ്യും, നമ്മുടെ ക്രോമിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ ഇവിടെ മറ്റൊരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ വിൻഡോയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ മീറ്റ് എടുക്കുക. ഗൂഗിൾ മീറ്റ് എടുക്കാനായിട്ടുള്ള മീറ്റ് ഡോട്ട് ഗൂഗിൾ എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ മീറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മതിയാവും. ഗൂഗിൾ മീറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ ഗൂഗിൾ മീറ്റ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഗൂഗിൾ മീറ്റ് സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ മീറ്റിൽ നമ്മൾ ഇവിടെ ബ്രൗസറിൽ സെർച്ച് ചെയ്യുക, ഗൂഗിൾ മീറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് ഇരിക്കുക അതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഓഡിയോയും വീഡിയോ ഒക്കെ മ്യൂട്ട് ചെയ്യാനും എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അത് രണ്ടും ഓഡിയോയും വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ തന്നെ താഴെ നമുക്ക് ട്രാക്ക് അറ്റൻഡൻസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ട്രാക്ക് അറ്റൻഡൻസ് നമ്മൾ കണ്ടു കാണും. ട്രാക്ക് അറ്റൻഡൻസ് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ട്രാക്ക് അറ്റൻഡൻസ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ കുഴപ്പമില്ല. ഇല്ലെങ്കിലും നമുക്കവിടെ നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അവിടെ നമുക്ക് അറ്റൻഡൻസ് സ്റ്റാർട്ട് ചെയ്തോളും. മീൻസ് അറ്റൻഡൻസ് റിപ്പോർട്ട് നമുക്ക് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോളും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മീറ്റിംഗ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നോക്കുക. ഇവിടെ നമുക്ക് ആഡ് അതർ പീപ്പിൾ മീറ്റിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് കോപ്പി ചെയ്യുക, വാട്സപ്പിൽ പേസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൾക്കാരെ ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് നോർമൽ പ്രൊസീജിയർ തന്നെയാണ്. നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അറ്റൻഡൻസ് ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ മീറ്റിംഗിൽ ആരാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഈ അറ്റൻഡൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസറിൻ്റെ സെറ്റിങ്സ് എടുക്കുക, ഓപ്ഷൻസ്. അതിൽ ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെയായിട്ടുള്ള ഗൂഗിൾ മീറ്റ് അറ്റൻഡൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കവിടെ മീറ്റ് അറ്റൻഡൻസ് കളക്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദെൻ സിംഗിൾ ടൈം അറ്റൻഡൻസ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റാർട്ട് മോണിറ്ററിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് മോണിറ്ററിംഗ് അത് സെലക്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് മോണിറ്ററിംഗ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ന്യൂ റെക്കോർഡ് അറ്റൻഡൻസ് ഇപ്പോൾ സമയം 7:57 PM അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് ഡൗൺലോഡ് CSV ഉണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് എക്സൽ CSV ഫോർമാറ്റും എക്സൽ ഫോർമാറ്റും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് എക്സൽ ഷീറ്റ് കൊടുക്കുന്നു. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു.
ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത് എക്സലിനകത്ത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ എൻ്റെ ഫോണിലുള്ളത് MI വ്യൂവർ ആണ്. ജസ്റ്റ് അതിനകത്ത് ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഇതിനകത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആളുകളുടെ എണ്ണം, അവർ വന്ന സമയം ഉൾപ്പെടെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം, ഇമെയിൽ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫോണിൽ അറ്റൻഡൻസ് എടുക്കാവുന്നതാണ്. കിവി ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ മീറ്റ് ഫോണിൽ ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ക്രോം വെബ് സ്റ്റോറിൽ നിന്ന് അറ്റൻഡൻസ് കളക്ടർ കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മൊബൈൽ ഫോണിൽ തന്നെ അറ്റൻഡൻസ് ഗൂഗിൾ മീറ്റിൽ എടുക്കാൻ സാധിക്കും. കമ്പ്യൂട്ടറിൽ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും അറ്റൻഡൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രോമിൽ ഈ പറയുന്ന meet.google എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. അതാണ് പ്രശ്നം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.